ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡീമൺ സ്ലേയർ ബ്ലേഡ് ഓഫ് ഡീമൺ ഡിസ്ട്രക്ഷൻ ദ മൂവി ഇൻഫിനിറ്റ് കാസിൽ പാർട്ട് 1 ആഗാസ റിട്ടേൺസ്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹരുവോ സൊട്ടസാക്കി, എ ജാപ്പനീസ് ആനിമെ ഡയറക്ടർ. സിനിമ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് യൂഫോട്ടബിൾ ആണ്, എ ജാപ്പനീസ് ആനിമെ സ്റ്റുഡിയോ. ആൻഡ് ഈ പ്രൊഡക്ഷൻ കമ്പനിയും വരുന്നത് യൂഫോട്ടബിൾ ആണ്. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അക്കുഫുമി ഫുജിയോ, യുമി ആൻഡ് മിയാക്കെ എന്നിവരൊക്കെയാണ്. ആൻഡ് ഈ സിനിമ ജപ്പാനിൽ ജൂലൈ 18, 2025 റിലീസ് ചെയ്തു. ആൻഡ് ഇവിടെ ഇപ്പോൾ US ആൻഡ് വേൾഡ് വൈഡ് ഒക്കെ ആയിട്ട് വരുന്നത് ഇപ്പോൾ സെപ്റ്റംബർ 12 2025. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാം ഗൈസ്, ഞാനൊരു ആനിമെ ഇൻട്രസ്റ്റഡ് പേഴ്സൺ അല്ല. ഞാൻ ഇതുവരെ ഒരു ആനിമെ സീരീസോ ഫിലിമോ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ആനിമെ ഫിലിം അല്ലെങ്കിൽ ഒരു ആനിമെ സീരീസ് എന്ന് പറയുന്നത് ഈ സിനിമയാണ്. അതും തിയേറ്ററിലാണ് കണ്ടത്. ഇനിയിപ്പം കറക്റ്റ് നെയിം എന്താണ് ഗൈസ്? ആനിമെ എന്നാണോ അതെ അനിമെ എന്നാണോ? അത് ആയാണോ? അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാതെയാണ് ഈ സിനിമയ്ക്ക് പോയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ആനിമെ ഫാനോ അല്ലെങ്കിൽ ഒരു ആനിമെ കാണുന്ന ഒരാളോ ഇൻട്രസ്റ്റഡ് പേഴ്സണോ അല്ല. പക്ഷെ ഞാൻ സിനിമയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പുറകിൽ, അതായത് ഈ സിനിമയ്ക്ക് മുമ്പ് ഒരുപാട് സിനിമകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ആ സീരീസ് ഇത് ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഞാനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൊത്ത വിളിയും കൂവലും ക്ലാപ്സും ഭയങ്കര ഹൈ മൊമെന്റ്സ് തിയേറ്ററിൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം, ഞാനാണ് ഇവിടെ ഒരു ഫ്രഷ് പേഴ്സൺ, പുതിയ ഒരാൾ. ബാക്കി എല്ലാവർക്കും ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയാവുന്നവരാണ്. ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവരും തിയേറ്റർ മൊത്തം, അതായത് ഒരു ക്യാരക്ടർ ഇങ്ങനെ വരുമ്പോൾ, എൻട്രി വരുമ്പോൾ വിളിയും കൂവലും കൈതട്ടലും ക്ലാപ്സും എല്ലാം ഭയങ്കര എനർജി ആയിട്ടിരുന്നു. അതെനിക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം എന്ന് പറഞ്ഞു പോയ ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം സിനിമ വേറെ ഏതൊരു യൂണിവേഴ്സ് ആണ്, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെന്റിന്റെ ബാക്കിയായിട്ടുള്ളൊരു ഫിലിമാണ് ഇത്. അതായത് ഒരു മാങ്ക സീരീസ്, അതായത് ജപ്പാനിൽ നിന്ന് ഒറിജിനേറ്റ് ആയ ആ ഒരു കോമിക്സ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് നോവൽസ് എന്നൊക്കെ കൊയ്ഹരു കൊട്ടേജ് ചെയ്തെടുത്ത ഒരു സാധനങ്ങളാണ് ഈ ഇപ്പം നിങ്ങൾ കണ്ട ആനിമയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത ഒരു ആനിമെ ഫിലിമാണ് ഇപ്പോൾ കണ്ടത്. ഇതിന് ട്രയോളജി ഉണ്ടെന്ന് പറയുന്നു, അതായത് 3 പാർട്ട്. ഇനിയും 2027-29 2 പാർട്ട് കൂടെ ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ഈ സിനിമ കാണുമ്പോഴും എനിക്ക് ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയതല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അൺഇൻട്രസ്റ്റഡ് ആയിട്ട് പോയതാണ്, കണ്ടു നോക്കാന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് ഫുൾഫില്ലും ചെയ്തിട്ടില്ല ആൻഡ് എനിക്ക് ബോറടിച്ചിട്ടുമില്ല സിനിമ. ചിലപ്പം ഈ പാർട്ടൊക്കെ കണ്ടവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് സിനിമ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ആനിമെ എന്താണെന്നേ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, ഒരു ആനിമയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പം സീരീസ് ആയിക്കോട്ടെ ഫിലിം ആയിക്കോട്ടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു, അതും തിയേറ്ററിൽ. ബട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും, ഞാൻ ഒഴിച്ചു ബാക്കി എല്ലാവരും അങ്ങ് വിളിച്ച് കൂവുകയാണ്. കാരണം ഓരോ ക്യാരക്ടർ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഓരോ ക്യാരക്ടർ വരുമ്പോൾ, കാരണം അവർക്ക് കാണാൻ ഈ സീരീസ് അല്ലെങ്കിൽ ഈ ഫിലിമൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് ഏത് ക്യാരക്ടറാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവരെല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് വളരെ കയ്യടിയും കൂവിളിയും കുറേ നേരമായിട്ടുള്ള ആ ഒരു വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സമയം. ഈ എല്ലാവരും തിയേറ്റർ മൊത്തം അതെനിക്കൊരു, ഞാൻ ഇങ്ങനെ എല്ലാവരും നോക്കി. അപ്പോൾ അപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സംഭവം ഇത് നേരത്തെ കുറെ ഉണ്ട്, സിനിമയോ അല്ലെങ്കിൽ സീരീസോ. അപ്പോൾ അതെല്ലാം ഇവർ കണ്ടവരാണ്, അതുകൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ഈ സിനിമ കണ്ടിടത്തോളം ഒന്ന് ഞാൻ കണ്ടതിൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് സെക്കൻഡ് ഹാഫാണ്. മീൻസ് സെക്കൻഡ് ഹാഫിൽ ഒരു അതാണ് എനിക്ക് തോന്നുന്ന അക്കാസ. ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമ എനിക്ക് മൊത്തം അതൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് എല്ലാം കൺഫ്യൂഷനാണ്. അക്കാസ എന്നൊരു ക്യാരക്ടർ, അതാണ് ഒരു യങ്ങർ ബോയ്, ഒരു ഹക്കൂജി എന്നാണ് പേര്. പുള്ളിക്കാരൻ്റെ അച്ഛൻ വയ്യാതെ കിടക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് മോഷണങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ നാട്ടുകാർ പിടിക്കുന്നു, അവിടെ അടിക്കുന്നു, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ.
അപ്പോൾ പിന്നെ അവിടെ ഒരു സിക്ക് ഗേളായിട്ടുള്ള വേറെ അവിടെ ഉള്ള ഒരാളുടെ ഒരു മകളുമായിട്ട് കൊയ്യൂക്കി മകളുമായിട്ട് എൻഗേജ്ഡ് ആവുന്നു. പിന്നെ അതുമായിട്ട് അത് കഴിഞ്ഞ് അവിടെ ഉള്ള ഒരു നെയ്ബർ ഡേജോയെ അങ്ങനെ ഒരു പുള്ളിക്കാരൻ ഇവരെ പോയിസൺ ആക്കി കൊല്ലുന്നു. അപ്പൊ അതിന് എന്താ പറയാ ഒരു റിവെഞ്ച് എന്ന പോലെ ആകാശ, അതായത് ഇപ്പൊ പറഞ്ഞ ഒരു ഹക്കോജി ഡീമനായി അവിടെ ഉള്ളവരെയൊക്കെ കൊല്ലുന്നു. അപ്പൊ ഈ സിനിമയിലെ പേര് തന്നെ ഡീമൻ സ്ലെയർ എന്നാണ്. അപ്പൊ ഈ ഡീമൻ, അപ്പോൾ അവർക്ക് ഒരുപാട് ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ സെക്കൻഡ് ഹാഫ് ഞാൻ കാണുമ്പോൾ, ആ സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ എനിക്ക് നല്ല പോലെ ഉറക്കം വന്ന്, നിങ്ങൾക്ക് എന്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നല്ല പോലെ എനിക്ക് ഉറക്കം വന്നു. പക്ഷെ എന്നാലും ഞാൻ ഉറക്കം പിടിച്ചിരുത്തി ഉറങ്ങാതെ കറക്റ്റായിട്ടിരുന്ന് കണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നീ കാണാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും എനിക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ലപോലെ എൻ്റെ അടുത്തൊരാളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ, എടാ നിനക്ക് ഉറക്കം വല്ല വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ എനിക്ക് മാത്രമല്ല അത്. കാരണം പതിയാണ് പടം പോകുന്നത്. അപ്പോൾ അതിൻ്റെ അതൊക്കെ തോന്നും, ആ ഒരു ഉറക്കം എനിക്കും തോന്നി. പക്ഷെ എന്നാലും ഞാൻ ഉറങ്ങാതെ പിടിച്ചിരുന്ന് കണ്ട്. ഞാൻ ഈ ഹക്കോജിയും പിന്നെ ഈ ഫ്രണ്ടിൽ ഗിയുവും ടറന്റിനോ അല്ല, അങ്ങനെ അതാണ് മെയിൻ ക്യാരക്ടർ. ടമാൻജോയ അങ്ങനെ ഒരു ക്യാരക്ടറാണ് മെയിൻ ക്യാരക്ടർ. അവർ രണ്ടുപേരുമായിട്ട് ഈ ഹക്കോജി പാസ്റ്റിൽ വരുമ്പോഴാണ് വരുന്നത്. ഈ അക്കാസ ഈ ഡമനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഇതുപോലെ കുറെ എൻട്രി ഉണ്ട്, കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, കുറെ സീൻസ്. എനിക്ക് അതെല്ലാം സർപ്രൈസ് ആയിരുന്നു. നല്ല സീൻസ്, പെട്ടെന്നുള്ള ഒരു ആക്ഷൻ സീൻസും പിന്നെ ആ വിഷ്വലൈസും. ഞാൻ ഇതെല്ലാം ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതായത് ആനിമെ. അപ്പൊ ആ വിഷ്വലൈസും ഒക്കെ ഞാൻ അവരെ ഫസ്റ്റ് കണ്ടപ്പോൾ ഈ ടൈറ്റാനിക്കിന്റെ കപ്പലിന്റെ കടലിന്റെ അടിയിൽ പോയിട്ടില്ലേ, ആ ഓഷ്യന്റെ താഴെ ഒരുമാതിരിയൊക്കെ കിടക്കൂല, ആ ഒരു സെറ്റപ്പിലുള്ള സാധനം പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു വിഷ്വലൈസ് എനിക്ക് തോന്നി. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട, ഞാൻ ഒരുപാടൊന്നും ആനിമെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈ തന്നുമില്ല ആൻഡ് ബോർ അടിപ്പിച്ചുമില്ല. ഞാനൊരു ആവറേജ് ആയിട്ട് എനിക്ക് അത് ഓക്കെയാണ്, നന്നായിട്ട് കണ്ടു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയാണല്ലേ ആനിമെ, അപ്പോൾ ഇങ്ങനെയാണല്ലേ എന്ന്. ബട്ട് എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഊഹം കിട്ടിയത്. ഈ ആനിമെ പറയുമ്പോൾ എല്ലാവരും എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആനിമെ കണ്ടിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നവരോട് അവർക്ക് എന്താണ് ഇത്രയും ആ ഒരു ഇമ്പാക്റ്റ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം അവര് തിയേറ്ററിൽ വന്ന് ആ സീനും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ നെയിമും എല്ലാം ഓർത്തു വെച്ചിരിക്കുകയാണ്. അപ്പം അത്രയും അവർ ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരോട് നിങ്ങൾക്ക് ആനിമെ കണ്ടു വല്ല കിട്ടുവാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു സ്വാഭാവികമായിട്ട്. അതെനിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു വട്ടമൊക്കെ പോയി കാണാം, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. ആൻഡ് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇവിടെ. ആൻഡ് ഡീമൺ സ്ലേയർ ബ്ലേഡ് ഓഫ് ഡീമൺ ഡിസ്ട്രക്ഷൻ ദ മൂവി ഇൻഫിനിറ്റ് കാസിൽ പാർട്ട് 1 ആകാശ റിട്ടേൺസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമ എന്നതിലുപരി ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. പക്ഷേ ഈ സിനിമകളൊക്കെ മുമ്പ് കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് അറിയാം ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഞാൻ ഫ്രഷ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ആ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. എൻട്രി വരുമ്പം ഓരോരുത്തർക്കും ഓരോ ശക്തി. അപ്പോൾ പിന്നെ ഈ ഇടയിൽ ഈ മാർഷൽ ആർട്സ് പോലെ ഈ വാട്ടർ ബ്രീത്തിങ്, ഫയർ ഗോൾഡൻ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ വില്ലന്മാരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പർ 3 വാൾട്ട് നമ്പർ 3 അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതാണ് എനിക്ക് മനസ്സിലായില്ല. കാരണം ചിലപ്പോൾ മുമ്പ് കണ്ടവർക്ക് അത് അറിയാമായിരിക്കും. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആൻഡ് കൊള്ളാം.